നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എർത്ത് ഡാംസിനെ കുറിച്ചാണ് നോക്കിയത് അല്ലേ? എർത്ത് ഡാംസിൽ കൊടുക്കുന്ന ഡ്രെയിനേജ് എങ്ങനെയാണ് ഒരു ഡാമില് ഡ്രെയിനേജ് പാറ്റേൺ നമ്മൾ കൊടുക്കുന്നത്, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ? ഡ്രെയിനേജ് ഇൻ എർത്ത് ഡാംസ്. അതിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ഡ്രെയിനേജസ് കണ്ടിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ സർഫസ് ഡ്രെയിനേജ്. അപ്പൊ അതിലെ ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും മൂന്നായി ക്ലാസിഫൈ ചെയ്തു അല്ലെ? ഹൊറിസോണ്ടൽ മൂന്ന് കണക്ഷൻസ് നമ്മൾ വേറെ വേറെ കോമ്പണൻസ് പഠിച്ചു ഇന്റേണൽ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ വരുന്ന. അതിലെ മൂന്ന് കോമ്പണൻസ് ഏതൊക്കെയായിരുന്നു? ഹൊറിസോണ്ടൽ ഫിൽറ്റർ, റോക്ക് ടോ ഡ്രെയിൻസ് അല്ലെ? അങ്ങനെ മൂന്ന് കോമ്പണൻസ് പഠിച്ചു. അപ്പൊ ആ വെർട്ടിക്കൽ ഫിൽറ്റേഴ്സിൽ നിന്ന് വെള്ളം ഇറങ്ങി ഡാമിന്റെ താഴെ, അതായത് ഡൗൺ സ്ട്രീം ഭാഗത്തേക്ക് പോകുന്ന ഹൊറിസോണ്ടൽ ഫിൽറ്ററിലേക്ക് പോകും. എന്നിട്ട് ഹൊറിസോണ്ടൽ ഫിൽറ്റർ വഴി ആ സീപ്പ് ചെയ്ത് വന്ന വെള്ളം എവിടെ എത്തും? ടോ ഡ്രെയിനിലെത്തും അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ മൂന്ന് കോമ്പണൻസ് ആയൊക്കെ തിരിച്ചിരുന്നു. നമ്മൾ ഡയഗ്രം ഒക്കെ വെച്ച് പഠിച്ചു. പിന്നെ അതുപോലെ സർഫസ് ഡ്രെയിനേജ് നോക്കി അല്ലെ? എങ്ങനെയാണ് സർഫസ് ഡ്രെയിനേജ് കൊടുക്കുക, പിന്നെ അതിലൊരു ഓവറോൾ ഡ്രെയിനേജ് അറേഞ്ച്മെന്റ് പാറ്റേൺ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നോക്കി. അതായത് നമ്മുടെ മെയിൻ ഡ്രെയിനേജ് ലൈൻ ഡാമിനോട് പാരലലായി ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ കൊടുക്കും. പിന്നെ ആ ഒരു മെയിൻ ഡ്രെയിനിന് ക്രോസ് ആയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ക്രോസ് ഡ്രെയിൻസ് ഒക്കെ കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാ ക്രോസ് ഡ്രെയിൻസും ഒരു കോമൺ ഔട്ട്ഫോളിലേക്ക് വന്ന് ചേരും. അപ്പൊ ആ ഒരു പാറ്റേൺ, ആ ഒരു ഫിഗർ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് ഒരു എർത്ത് ഡാം ഏതൊക്കെ കേസിലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ നമുക്ക് എർത്ത് ഡാം കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ? കാരണം എർത്ത് ഡാം അവിടെ സ്ട്രോങ് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ ഒരുപാട് ലോങ് ഡ്യൂറേഷൻ, അതായത് എന്താണ് ലൈഫ് കൂടുതൽ വരേണ്ട ഡാംസ് ഒക്കെ ഒരിക്കലും എർത്ത് ഡാം നമ്മൾ പ്രിഫർ ചെയ്യില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഒരു എർത്ത് ഡാം കൊടുക്കാൻ സ്യൂട്ടബിൾ ആയത് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി നിർത്തിയതാണ്. പിന്നെ നമ്മൾ ടാങ്ക് സ്ലൂയിസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? പുതിയൊരു ടോപ്പിക് നോക്കി. അതാണ് നമ്മൾ തുടങ്ങി വെച്ചത്. എന്താണ് സ്ലൂയിസ് എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് കൾവേർട്സ് അല്ലെ? കഴിഞ്ഞ സെമ്മിലെ BPD-യിലൊക്കെ നമ്മൾ വരച്ചതാണ്. 4th മോഡ്യൂളിൽ കൾവേർട്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഡ്രെയിനേജോ അല്ലെങ്കിൽ ഒരു കനാലോ എന്തും ആവട്ടെ, ഒരു വാട്ടർ പാസേജ് ഒരു റോഡിനടിയിലൂടെ നമുക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ആ റോഡിനടിയിലൂടെ ആ ഒരു വെള്ളം കൊണ്ടുപോകണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന്, റോഡിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് വെള്ളം എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പൈപ്പ് ലൈനോ അല്ലെങ്കിൽ ഒരു ചെറിയ പാസേജ് വിടണം അല്ലേ? എന്നാലേ വെള്ളത്തിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണ് കൾവേർട്സ്. അതിനെയാണ് കൾവേർട്ട് എന്ന് പറയാം. ഓക്കെ. അപ്പൊ ആ കൾവേർട്ട്, അതാണ് കൾവേർട്സ്. അപ്പൊ കൾവേർട്ട് പോലെ തന്നെയാണ് ഒരു സ്ലൂയിസ്. സ്ലൂയിസിന്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ഈ സ്ലൂയിസ് ടാങ്കിൽ നിന്നുള്ള വെള്ളം ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് എത്തിക്കും. ഓക്കെ. പിന്നെ അവിടെ ഒരു റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റും നമ്മൾ കൊടുക്കും. അപ്സ്ട്രീം സൈഡിൽ നമ്മൾ ഒരു റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ട്രക്ചറിനെയാണ് സ്ലൂയിസ് എന്ന് പറയാം.
ഓക്കെ, ഓർ ടാങ്ക് സ്ലൂയിസ്. ടാങ്കിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രക്ചർ. ദാറ്റ് സ്ട്രക്ചർ വിൽ ബി ബിലോ എ റോഡ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഇപ്പോ ഒരു കുന്നു പോലത്തെ ഒരു സ്ഥലത്തിന്റെ അടിയിലൂടെ നമുക്ക് ആ ഒരു പൈപ്പ് ലൈൻ എടുക്കണമെങ്കിൽ അതിനെയാണ് നമ്മൾ കൾവേർട്ട് ഓർ സ്ലൂയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടാങ്ക് സ്ലൂയിസ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ടാങ്ക് സ്ലൂയിസിന്റെ ഡെഫിനിഷൻ ഒക്കെ നോക്കി. പിന്നെ നമ്മൾ ഈ ഒരു ഫിഗറും നോക്കി അല്ലേ. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റോഡ് പോവാണെന്ന് വെക്കാം. റോഡ് തന്നെ ആവണമെന്നില്ല, ഇനി ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു മൗണ്ടേനിയസ് റീജിയനില് അടിയിൽ കൂടെ വെള്ളം നമുക്ക് പാസ് ചെയ്യിക്കണം എങ്കിൽ നമ്മൾ ഒരു പൈപ്പ് ഇടും അല്ലെ. അടിയിലൂടെ ഒരു പൈപ്പ് ഇടും. ഇവിടെ നമുക്കൊരു ടാങ്ക് ഉണ്ട്, റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പൈപ്പ് വഴി ഡിസ്ട്രിബ്യൂഷൻ കനാലിലേക്ക് എത്തിക്കും. അതിനെയാണ് ടാങ്ക് സ്ലൂയിസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അപ്സ്ട്രീം സൈഡിലും ഇത് അതിന്റെ പ്ലാൻ വ്യൂ ആണ്. അപ്സ്ട്രീം സൈഡിലും ഡൗൺ സ്ട്രീം സൈഡിലും നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? വിങ് വാൾസ് കേട്ടോ. വിങ് വാൾ ഒരു എന്താ പറയാ, നമ്മൾ എന്തായാലും വാള് കെട്ടി ഉണ്ടാക്കും അല്ലെ. ഒരു ചെറിയ ഇൻക്ലൈൻഡ് ആയിട്ടാണ് നമ്മൾ വാള് കെട്ടി ഉണ്ടാക്കുക. അപ്പൊ അതിനെ പറയുന്ന പേരാണ് എന്ത്? വിങ് വാൾസ്. അപ്പൊ അതാണ് ടാങ്ക് സ്ലൂയിസ്. പിന്നെ നമ്മൾ ഈ ടാങ്ക് സ്ലൂയിസിന്റെ ഓരോ പാർട്സിനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങിയത് അല്ലെ. അപ്പൊ അതിൽ ആദ്യത്തെ പാർട്ടായ കൾവേർട്ട് ഓർ ബാരൽ ഓഫ് ദ സ്ലൂയിസ് എന്താന്ന് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണ് കൾവേർട്ട് ഓർ ബാരൽ ഓഫ് ദ സ്ലൂയിസ്. എന്താണ്? The size of the culvert will depend upon the maximum quantity of water required to convey, but in no case should be less than 0.7 meter wide and 0.75 meter high, so as to allow person to enter it for repair and removal of obstructions. Culvert എന്ന് പറയുന്നത് ഈ ഒരു ഭാഗം, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു പാസേജ്, അതിനെയാണ് കൾവേർട്ട് എന്ന് പറയാം. ബാരൽ ആ പാസേജിനെയല്ല, അതിന്റെ ചുമരുകളെ ആണ് ബാരൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ബാരൽ മിനിമം എത്ര വിഡ്ത് ഉണ്ടായിരിക്കണം? 0.7 മീറ്റർ വൈഡ് ആയിരിക്കണം. അതുപോലെ എത്ര ഹൈറ്റ് ഉണ്ടായിരിക്കണം? 0.75 മീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കണം അല്ലെ. എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എവിടെയെങ്കിലൊക്കെ ബ്ലോക്ക് വന്നാൽ ഒരാൾക്ക് ഇറങ്ങി അത് ക്ലീൻ ആക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണ് നമ്മൾ വിടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ size should also be such as to limit the velocity through the sluice barrel to 4.5 meter per second. അപ്പൊ നമുക്ക് സൈസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണത്? ഒഴുകുന്ന വെലോസിറ്റി 4.5 മീറ്റർ പെർ സെക്കൻഡിൽ കൂടാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ ഒരു ബാരൽ ഡിസൈൻ ചെയ്യാൻ. Okay. For small sluices, pipes either of earthenware, cement or cast iron may be used to take the place of masonry culvert. അപ്പോൾ ചെറിയൊരു സ്ലൂയിസ് ആണെങ്കിൽ നമുക്ക് അതൊരു മണ്ണ് വെച്ച് അല്ലെങ്കിൽ സിമെന്റ് വെച്ച് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ വെച്ചൊക്കെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ sluices in which pipes are used are called pipe sluice. നമ്മളൊരു പൈപ്പാണ് ഉള്ളിൽ ഇടുന്നതെങ്കിൽ ആ ഒരു സ്ലൂയിസിനെ പറയുന്നതാണ് പൈപ്പ് സ്ലൂയിസ്. Superstructure of a sluice culvert is generally covered with a masonry archwork either of stone, brick or concrete. അതുപോലെ നമ്മുടെ ഈ ഒരു സ്ലൂയിസ്, ഈ വെള്ളം പോകുന്ന ഈ ഒരു വഴി നമ്മൾ മോൾ ഭാഗത്ത് കവർ ചെയ്ത് വെക്കും അല്ലെ. അപ്പൊ ആ കവർ ചെയ്ത് വെക്കുന്നത് സ്റ്റോൺ ആവാം, ബ്രിക്ക് ആവാം, അല്ലെങ്കിൽ കോൺക്രീറ്റും ആവാം. Length of the barrel should be designed to suit the cross section of the tank. നമുക്ക് എത്ര നീളം കൊടുക്കണം എന്നുള്ളത് ആ ഒരു ടാങ്ക് ബണ്ടിന്റെ ക്രോസ് സെക്ഷനെ അനുസരിച്ചിരിക്കും. അതിന്റെ വിഡ്ത്, ക്രോസ് സെക്ഷന്റെ വിഡ്ത് ആയിരിക്കും ഈ ഒരു നമ്മുടെ കൊടുക്കുന്ന ബാരലിന്റെ ലെങ്ത്. ഓക്കെ, ടാങ്ക് സ്ലൂയിസ്. ഇതാണ് സ്ലൂയിസ്.
നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അതായത് നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അടിയിലൂടെ കൊടുക്കുന്ന ആ ഒരു പൈപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു പാസേജ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് സ്ലൂയിസ് കൾവേർട്ട് ആണ്. ഒരു സ്ലൂയിസ് കൾവേർട്ടിന്റെ ഫൗണ്ടേഷനെ കുറിച്ച്. ഓക്കെ, ഇതാ ഇപ്പൊ ഇതിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു അല്ലെ? ഒരു പൈപ്പ് ഇടാണ് നമ്മള്, എന്താണ്, ഒരു പൈപ്പ് ഇടാണ്. ആ പൈപ്പിന്റെ അടിയിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കും. ആ ഫൗണ്ടേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. It is a slab of concrete of suitable width and thickness and having in view the nature of the soil and the weight and nature of earth above the culvert. അപ്പൊ നമ്മള് പൊതുവെ ഒരു കോൺക്രീറ്റ് സ്ലാബ് ആണ് ഇടുക അല്ലെ? ഇതാ കോൺക്രീറ്റ് ബേസ് ആണ് നമ്മൾ ആദ്യം ഇടുക. ഓക്കെ, പിന്നെ ആ കോൺക്രീറ്റ് ബേസിന്റെ എത്രത്തോളം വിഡ്ത്തിൽ കൊടുക്കണം, അതുപോലെ എത്ര തിക്നെസ്സിൽ കൊടുക്കണം എന്നുള്ളതൊക്കെ എന്തിനനുസരിച്ചിരിക്കും? അവിടുത്തെ സോയില്, പിന്നെ അതുപോലെ ആ സോയിലിന്റെ വെയിറ്റ്, പിന്നെ ഈ കൾവേർട്ടിന്റെ വെയിറ്റ്. ഓക്കെ, ഈ കൾവേർട്ടിന്റെ അടുത്ത് വരുന്ന ചുറ്റുവട്ടത്ത് വരുന്ന സോയിലിന്റെ നേച്ചർ, അതിനൊക്കെ അനുസരിച്ചിരിക്കും എത്ര വെയിറ്റ് ഈ ഒരു കോൺക്രീറ്റ് ഫൗണ്ടേഷൻ താങ്ങേണ്ടി വരും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ആ ഒരു കോൺക്രീറ്റ് സ്ലാബിന് നമ്മൾ കൊടുക്കുന്ന വിഡ്ത്തും അതുപോലെ തിക്നെസ്സും. It is important to secure as far as practicable a uniform foundation soil throughout the length of the culvert so that settlements may be uniform. നമ്മൾ എപ്പോഴും ഒരു തിക്നെസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് ഒരേപോലെ കൊടുക്കാൻ ശ്രദ്ധിക്കും. അല്ലാതെ ഒരു ഭാഗത്ത് ചെറിയൊരു തിക്നെസ്, അവസാനമാകുമ്പോഴേക്ക് ഒരുപാട് തിക്നെസ്, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, സെറ്റിൽ ആവേണ്ടി വന്നാൽ നമുക്കറിയാലോ അല്ലെ? നിങ്ങള് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഏതൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിലും, ഇനിയിപ്പോ പഠിച്ചിട്ടില്ലെങ്കിലും ശരി മനസ്സിലാക്കാം. ഒരു സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ കാലം കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ അത് സെറ്റിൽ ആവും അല്ലെ? കുറച്ച് അമരും, സോയിലിന്റെ ഉള്ളിലേക്ക് അമർന്നു പോകും. അപ്പൊ അതുപോലെ കൾവേർട്ടും അതിന്റെ വെയിറ്റ് കാരണം കുറച്ച് താഴോട്ടേക്ക് പോകും അല്ലെ? അതാണ് സെറ്റിൽമെന്റ്. അപ്പൊ ആ സെറ്റിൽമെന്റ് യൂണിഫോം ആവണമെങ്കിൽ എന്ത് കൊടുക്കണം? യൂണിഫോം തിക്നെസ് ഉള്ള ഒരു കോൺക്രീറ്റ് ബേസ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ സ്ലൂയിസ് കൾവേർട്ട്. സൂപ്പർ സ്ട്രക്ചർ, ഈ സ്ലൂയിസ് കൾവേർട്ടിന്റെ സൂപ്പർ സ്ട്രക്ചർ ഏതായിരിക്കും? ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇതിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാമെന്ന് തോന്നുന്നു ഈ ഒരു ഫിഗറിൽ. ഇത് നമുക്കൊരു റോഡ് ഉണ്ട്. അപ്പൊ ആ റോഡിന്റെ അടിയിലൂടെയാണ് നമുക്ക് എന്ത് വേണ്ടത്? വെള്ളം പാസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോ നമ്മൾ ആ ഒരു ഇവിടെ വെള്ളം പാസ് ചെയ്യേണ്ട ഈ ഒരു ബാരൽ അല്ലെ? ഇതൊക്കെ ബാരൽസ് ആണ്. അപ്പൊ ആ ഒരു ബാരലാണ് ഇവിടുത്തെ സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, പിന്നെ അതിനടിയിൽ നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റ് ബേസ്, പിന്നെ ചില സമയത്ത് ചില സാഹചര്യങ്ങളിൽ പൈൽ ഫൗണ്ടേഷൻ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, പൈൽ ഫൗണ്ടേഷൻ അറിയാലോ അല്ലെ? എന്താണ് പൈൽ ഫൗണ്ടേഷൻ? ഒരു നീളത്തിൽ കൊടുക്കുന്ന എന്തും, എന്താണ്, അത് കോൺക്രീറ്റ് ആവാം, അല്ലെങ്കിൽ ടിമ്പർ ആവാം, സ്റ്റീൽ ആവാം അല്ലെ? അപ്പൊ അതാണ് പൈൽ ഫൗണ്ടേഷൻ, നീളത്തിൽ കൊടുക്കുന്ന ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഫൗണ്ടേഷൻ ഭാഗമാണ് സബ്സ്ട്രക്ചർ. ഈ മുകളിൽ നമ്മൾ കാണുന്ന ബാരൽസ് ആണ് സൂപ്പർ സ്ട്രക്ചർ. ഓക്കെ, അപ്പൊ സൂപ്പർ സ്ട്രക്ചർ ഓഫ് എ സ്ലൂയിസ് കൾവേർട്ട് generally covered with masonry archwork either of stone, brick or concrete. അപ്പൊ പൊതുവേ നമ്മുടെ സൂപ്പർ സ്ട്രക്ചർ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഒന്നുകിൽ സ്റ്റോൺ വെച്ചാവാം, ബ്രിക്സ് വെച്ചാവാം, അല്ലെങ്കിൽ കോൺക്രീറ്റ് വെച്ചും ഉണ്ടാക്കാം. When the bank above is not very high, stone or ferro-concrete slabs may be substituted for archwork.
When this is done, a layer of concrete 15 cm to 30 cm thick should be laid over the slab to prevent leakage between them. അപ്പോൾ നമ്മുടെ ബാങ്ക്, when the bank above is not very high, നമ്മുടെ ബാങ്ക് വളരെ മുകളിലല്ലെങ്കിൽ നമുക്ക് സ്റ്റോണോ അല്ലെങ്കിൽ ഫെറോ കോൺക്രീറ്റ് ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വാർത്തെടുക്കാം. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫെറോ കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ലെയർ ഓഫ് കോൺക്രീറ്റ് കൂടെ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ ലീക്ക് സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് സ്റ്റോപ്പ് വാൾസ് അക്രോസ് ദ ബാരൽ ഓഫ് എ സ്ലൂയിസ്. സ്റ്റോപ്പ് വാൾ എന്താണ്? സ്റ്റോപ്പ് വാൾ നോക്കാം. A sluice is always regarded as a danger point in an earthen dam, chiefly on account of the liability of water under pressure to creep along the joint between the masonry of the barrel and the earth. അപ്പോൾ നമ്മുടെ ഒരു earthen ഡാമില്, അപ്പൊ നമ്മുടെ ഡാമിൽ ഇപ്പൊ ഇതാണ് നമ്മുടെ ഡാം സൈഡ് അല്ലേ. ഈ ഡാമിൽ നിന്ന് നമ്മൾ വെള്ളം ഡിസ്ട്രിബ്യൂഷൻ ചാനലിലേക്ക് ഒഴുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഡാമിന്റെ സൈഡിൽ കൊടുക്കുന്ന ബണ്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഡാമിന്റെ സൈഡില് നമ്മൾ എംബാങ്ക്മെന്റ് കൊടുക്കില്ലേ, അതാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡാമിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ പറയുന്നത് എന്താണ്? A sluice is always regarded as a danger point in an earthen dam, chiefly on account of liability of water under pressure to creep along the joints. അപ്പൊ നമുക്ക് ഇവിടെ വെള്ളം മാക്സിമം വാട്ടർ ലെവലിലായിരിക്കാം അല്ലേ ടാങ്കില്, അതായത് earthen ഡാമില് ഒരുപക്ഷെ വെള്ളം മാക്സിമം വാട്ടർ ലെവൽ ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഇവിടെ ഒരുപാട് ആ വെള്ളത്തിന്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് ഈ സ്ലൂയിസിന്റെ മുകളിലേക്കാണ് അല്ലെ. അപ്പോ അങ്ങനെ ഒരുപാട് പ്രഷർ എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് ആ വെള്ളം എന്ത് ചെയ്യാം, ജോയിന്റുകളിലൂടെ ഇറങ്ങിച്ചെല്ലാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇറങ്ങിച്ചെന്നാൽ അവിടെ ലീക്കാണ് ഉണ്ടാവുക അല്ലെ. So it's desirable to keep the surface of the masonry along this joint as rough as possible to offer facility to make a tight joint. അപ്പോൾ പൊതുവേ നമ്മൾ എന്ത് ചെയ്യും, ഈ സർഫസ് ഓഫ് ദ മേസൺറി, ഈ മേസൺറി സർഫസ് നമ്മൾ നല്ല റഫ് ആക്കി വെക്കും, കാരണം വെള്ളം ഇറങ്ങിച്ചെല്ലാതിരിക്കാൻ വേണ്ടി. It is of utmost importance to see that the best kind of soil is used for filling around the sluice barrel and behind the wings. അപ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏറ്റവും നല്ല സോയില്, അതായത് പെർമിയബിലിറ്റി കുറഞ്ഞ സോയില് വേണം എന്ത് ചെയ്യാൻ, ഈ ബാരലിന് ചുറ്റും നമ്മൾ കവർ ചെയ്ത് വെക്കാൻ. ഈ ഒരു ബാരലിന് ചുറ്റും കവർ ചെയ്യുന്നത് നല്ല സോയിലായിരിക്കണം. ഓക്കെ, അതായത് പെർമിയബിലിറ്റി കുറവുള്ള സോയിലായിരിക്കണം. അല്ലെങ്കിൽ അതിലൂടെ വെള്ളം പെനിട്രേറ്റ് ചെയ്ത് ജോയിന്റുകളിലൂടെ സ്ലൂയിസിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. But for big heads, it's advisable to have 2 or more stop walls along the upstream 2/3 of the barrel length to obstruct creep. അപ്പോൾ പക്ഷെ നമുക്ക് വലിയ ഹെഡ് ഓഫ് വാട്ടർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ 2 or more stop walls കൊടുക്കും. സ്റ്റോപ്പ് വാളുകൾ കൊടുക്കും. ഓക്കെ, അപ്സ്ട്രീം സൈഡില് നമ്മൾ 2 or 2 കൂടുതലോ സ്റ്റോപ്പ് വാളുകൾ കൊടുക്കും. ഓക്കെ, എന്തിനാന്ന് ചോദിച്ചാൽ ആ ഒരു ക്രീപ്പ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇപ്പൊ നമ്മൾ ഇവിടെ വലിയൊരു ചുമര് പോലെ കൊടുത്താൽ ഈ ഒരു വെള്ളം, ഇവിടെയുള്ള വെള്ളത്തിന് ഈ ഒരു ഭാഗത്തേക്ക് എൻറ്റർ ചെയ്യാൻ സാധിക്കില്ല. നമ്മളിവിടെ ഒരു മതിൽ കൊടുക്കുകയാണ്, അപ്പൊ 2 or 2 കൂടുതലോ വാൾസ് നമ്മൾ കൊടുക്കും. സോ ദാറ്റ് എന്താണ്, വെള്ളത്തിന് ഇവിടുന്ന് ഇങ്ങനെ സീപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് സ്റ്റോപ്പ് വാൾസ്, വെള്ളത്തിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്ന വാൾസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടാങ്ക് സ്ലൂയിസ് വിത്ത് ടവർ ഹെഡ് നോക്കാം. ഒരു ടാങ്ക് സ്ലൂയിസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ടാങ്ക് സ്ലൂയിസ് എന്ന് പറഞ്ഞാൽ ഒരു ടാങ്കിൽ നിന്ന്, ഈ ടാങ്ക് എന്ന് പറയുന്നത്
ഇവിടെ earthen dam ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഒരു ഡാം. അപ്പൊ ആ ഡാമിനെ നമ്മൾ ഒരു ടാങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അപ്പൊ ആ ഒരു ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കണം അല്ലെ. അപ്പൊ അപ്സ്ട്രീം സൈഡ് ഇതാണ്, അതായത് ഡാമിന്റെ സൈഡ് ഇതാണ്. ഇവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ആ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചത് ഈ ഒരു ഓട്ടയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കണം, ഡൗൺ സ്ട്രീം സൈഡിലേക്ക് വെള്ളം എത്തിക്കണം. ഇവിടുന്ന് വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലേക്ക് എത്തിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ട കോമ്പണന്റ് പാർട്സ് ഏതൊക്കെയാണ്? lead chamber, tower head, barrel of the sluice, cistern. അപ്പം 4 മെയിൻ കോമ്പണന്റ് പാർട്സ് ആണുള്ളത്. അപ്പൊ ഓരോന്നായി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ലെഡ് ചേംബർ അല്ലെ, പ്ലേസ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ബണ്ട്. അപ്പൊ നമ്മള് ലെഡ് ചേംബർ എവിടെയാണ്? അപ്സ്ട്രീം സൈഡില്, നമ്മുടെ ബണ്ടിന്റെ അപ്സ്ട്രീം സൈഡിലാണ് എന്ത് വരുന്നത്, നമ്മുടെ ലെഡ് ചേംബർ വരുന്നത്. ഒരു ചേംബർ, stone masonry chamber which leads the water from the tank into the barrel of the sluice. അപ്പൊ നമ്മുടെ എന്താണ്, ടാങ്കിൽ നിന്ന്, അതായത് ഡാമിൽ നിന്ന് നമ്മുടെ എങ്ങോട്ടാ എത്തിക്കുന്നത്? ഡാമിൽ നിന്ന് ബാരലിലേക്ക് വെള്ളം കടത്തുന്നത് ഒരു ചേംബറിലൂടെ വെള്ളം പാസ് ചെയ്തിട്ടാണ്. ആ ആദ്യം പോകുന്ന ചേംബറിനെയാണ് ലെഡ് ചേംബർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടവർ ഹെഡ് ആണ്. ടവർ ഹെഡ് ലൊക്കേറ്റഡ് ഓൺ ദ അപ്സ്ട്രീം സൈഡ് സ്ലോപ്പ് ഓഫ് ദ earthen bund. അപ്പൊ നമ്മുടെ ഇതും അപ്സ്ട്രീം സൈഡ്, ഇതാണ് അപ്സ്ട്രീം കേട്ടോ, ഇത് അപ്സ്ട്രീമും ഇത് ഡൗൺ സ്ട്രീമും. അപ്പൊ ഈ അപ്സ്ട്രീം സൈഡിൽ തന്നെയാണ് എന്തും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ലെഡ് ചേംബർ ഉണ്ട് അപ്സ്ട്രീം സൈഡില്. ആ ലെഡ് ചേംബറിലൂടെ ആദ്യം വെള്ളം പോയിട്ടാണ് അത് ബാരലിലേക്ക് എത്തുന്നത്. ഇനി ടവർ ഹെഡ് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന ഹെഡ്, ഇതാണ് ടവർ ഹെഡ്. A circular chamber with walls of which are constructed with stone or brick masonry. അപ്പൊ ഇതൊരു സർക്കുലർ ചേംബർ ആണ്. അതിന്റെ വാൾസ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? സ്റ്റോണോ അല്ലെങ്കിൽ ബ്രിക്ക് മേസൺറി വെച്ചാണ് അതിന്റെ വാൾസ് ഉണ്ടാക്കിയിട്ടുള്ളത്. A wooden shutter or a wooden plug is placed in the circular chamber to regulate the supply of water into the barrel. അപ്പൊ നമുക്ക് ഇവിടെ എന്തുണ്ട്? ഒരു വുഡൻ ഷട്ടർ ഉണ്ട്. ആ ഷട്ടർ തുറക്കുമ്പോഴാണ് എന്ത് പറ്റുന്നത്? വെള്ളം ഇവിടുന്ന് ഒഴുകുന്നത്, ബാരലിലൂടെ ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകുന്നത്. A screw gearing arrangement ending with a wooden platform on the top to operate the shutter is fixed. അപ്പൊ എന്താ ഉള്ളത്? ഇവിടെ ഒരു ഗിയറിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടവറിന്റെ മുകളിലായിട്ട് ഒരു സ്ക്രൂ ഗിയറിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. Internal diameter of the well should not be less than 1.3 meters with its top slightly above the maximum water level. അതായത് വെള്ളത്തിന്റെ വാട്ടർ ലെവൽ എത്രയാണോ അതിന്റെ കുറച്ച് മുകളിലേക്ക് നിൽക്കണം ഈ ഒരു മോൾ ഭാഗം, ടവർ ഹെഡിന്റെ മോൾ ഭാഗം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സർക്കുലാർ ചേംബറിന്റെ, അതായത് ടവർ ഹെഡിന്റെ ഇന്റേണൽ ഡയമീറ്റർ മിനിമം എത്ര ഉണ്ടായിരിക്കണം? 1.3 meters മിനിമം ഡയമീറ്റർ ഉണ്ടായിരിക്കണം. ഓക്കെ, it has 2 wing walls with space to lead the water freely into the barrel. ഇതിന് 2 wing walls ഉണ്ട്. ഈ wing walls എന്ത് ചെയ്യും? ചെറിയൊരു wing wall ഉണ്ട്. ആ wing wall, അതായത് കണ്ടില്ലേ, ഇപ്പൊ അതായത് ഇതിന്റെ പ്ലാൻ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, നേരെ താഴെ കാണിച്ചിട്ടുണ്ട് പ്ലാൻ. ഓക്കെ, അപ്പൊ ചെറിയൊരു വിങ് വാൾ ഉണ്ട് അല്ലെ, അതായത് ഇങ്ങനെ പോയി ഒരു ചെറുതായിട്ട് വെള്ളം കുറച്ച് വികസിക്കുന്നുണ്ട്, എന്താ എക്സ്പാൻഡഡ് ആവുന്നുണ്ട് അല്ലെ, വെള്ളമല്ല ഏരിയ എക്സ്പാൻഡഡ് ആവുന്നുണ്ട്, അതാണ് വിങ് വാൾ. ഓക്കെ, അപ്പൊ ആ വിങ് വാളിലൂടെയാണ് പോകുന്നത്. അപ്പൊ ടവർ ഹെഡിന് എന്തുണ്ട്? വിങ് വാൾ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ടവർ ഹെഡിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ടവർ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം വാട്ടർ ലെവലിൽ നിന്നും കുറച്ച് മുകളിലായിരിക്കണം, നമുക്ക് കാണാൻ സാധിക്കണം. പിന്നെ അതിനൊരു സ്ക്രൂ ഗിയറിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട് അല്ലെ.
നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് അവിടെയുള്ള വുഡൻ ഷട്ടർ തുറക്കുന്നത്. വുഡൻ ഷട്ടർ തുറക്കുമ്പോൾ ആ ബാരലിലൂടെ വെള്ളം അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീമിലേക്ക് ഒഴുകും. ഓക്കെ, പിന്നെ അടുത്തത് ബാരൽ ഓഫ് ദ സ്ലൂയിസ്. അത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇറ്റ് കൺവേസ് വാട്ടർ ഫ്രം ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദ ടാങ്ക് ടു ദ ഫീൽഡ് ചാനൽസ് ത്രൂ ദ സിസ്റ്റേൺ. അപ്പൊ ബാരൽ എന്താണ്? നമ്മുടെ വെള്ളം കൊണ്ടുപോകാനുള്ള പാസേജ്. ഇതാ ബാരൽ, ബാരൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ കൊണ്ടുപോകാനുള്ള പാസേജ്, ഇതാണ് ബാരൽ. അതിന്റെ അറ്റത്ത് എന്താണുള്ളത്? ഡൗൺ സ്ട്രീം എൻഡിൽ ഒരു സിസ്റ്റേണും കൊടുത്തിട്ടുണ്ട്. If it's a culvert type, it is constructed with stone or brick masonry with a suitable thickness of RCC slab as cover. അപ്പോൾ ഇതൊരു കൾവേർട്ട് ടൈപ്പ് ആണെങ്കിൽ, അതായത് നമ്മൾ പഠിച്ച റോഡിന് കുറുകെയൊക്കെ പോകുന്ന കൾവേർട്ട് പോലെയാണെങ്കിൽ അതെന്ത് വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്തത്? ഇറ്റ് വാസ് കൺസ്ട്രക്റ്റഡ് വിത്ത് സ്റ്റോൺ അല്ലെങ്കിൽ ബ്രിക്ക് മേസൺറി വെച്ചാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വിത്ത് RCC സ്ലാബ് കവർ, അതിനൊരു കവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, RCC കവർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാ കാണിച്ചിട്ടുണ്ട്. 150 thick RCC കവർ. 150 mm കേട്ടോ, mm ആണ്. Size of the barrel is designed according to the quantity of water it has to carry. അപ്പൊ എത്രത്തോളം വെള്ളം ഇതിന് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സൈസ് നമ്മൾ തീരുമാനിക്കുന്നത്. Minimum of 0.6 meter by 0.75 meter is provided to allow a person to enter into the barrel for inspection and repairs. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. മിനിമം നമ്മൾ എത്ര വിട്ട് കൊടുക്കണം, എത്ര ഹൈറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത്. Concrete foundation provided for the barrel throughout its length. Concrete foundation നമ്മൾ കൊടുക്കും. ഓക്കെ, അതിപ്പോ ടവർ ഹെഡ്, ഇപ്പൊ നമ്മൾ നോക്കുന്നത് ടവർ ഹെഡ് ടാങ്ക്സ് ലൂയിസിനെ കുറിച്ചാണ് അല്ലെ. ടാങ്ക്സ് ലൂയിസ് വിത്ത് ടവർ ഹെഡ്. അപ്പൊ അതിനും നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫൗണ്ടേഷൻ കൊടുത്തിരിക്കണം. അതുപോലെ ടാങ്ക്സ് ലൂയിസ് വിത്ത് ടവർ ഹെഡിന് മിനിമം കൊടുക്കേണ്ട വിഡ്ത്തും ഹൈറ്റും. ഓക്കെ, നേരത്തെ എത്രയായിരുന്നു? 0.7 മീറ്റർ അല്ലെ. 0.7 മീറ്റർ മിനിമം വിഡ്ത്ത് ഉണ്ടായിരിക്കണം, 0.75 മീറ്റർ മിനിമം ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ഒരു ജനറൽ കേസിൽ, ഒരു ടവർ ഹെഡ് ഉള്ള കേസ് ആണെങ്കിൽ മിനിമം 0.6 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.75 മീറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് കോമ്പണന്റ് ആണ് സിസ്റ്റേൺ. സിസ്റ്റേൺ നമ്മുടെ ഡൗൺ സ്ട്രീം എൻഡിൽ വരുന്നതാണ് സിസ്റ്റേൺ. സ്മോൾ സ്ക്വയർ മേസൺറി ചേംബർ ആണത്. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മേസൺറി കൊണ്ടുണ്ടാക്കിയ, ബ്രിക്ക് ആവാം, സ്റ്റോൺ ആവാം, മേസൺറി കൊണ്ടുണ്ടാക്കിയ ഒരു ചേംബർ ആണ്. Water from the barrel enters the cistern and the velocity of water is reduced in the cistern before it enters the field channel. അപ്പൊ നമ്മള് ഈ സിസ്റ്റേൺ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബാരലിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് കൊടുക്കുന്നത്? ഒരു സിസ്റ്റേൺ കൊടുക്കുന്നത്. ഓക്കെ, ഈ സിസ്റ്റേണിലൂടെ പോകുന്ന സമയത്ത് ആ വരുന്ന വെള്ളത്തിന്റെ വെലോസിറ്റി കുറയും. അതുകൊണ്ട് എന്താണ് ഗുണം? This will reduce the scouring of the bed of the field channels. കാരണം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, വെലോസിറ്റി ഒരു ലിമിറ്റിൽ കൂടി കഴിഞ്ഞാൽ അവിടെ എന്ത് പറ്റും? സ്കൗറിങ് നടക്കും. അതായത് ആ പൈപ്പ് ആണെങ്കിൽ അതൊക്കെ തേഞ്ഞു പോകും. നേരെ മറിച്ച് വെലോസിറ്റി ഒരു ലിമിറ്റിൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ സിൽറ്റിംഗ് നടക്കും അല്ലെ, പാർട്ടിക്കിൾസ് ഒക്കെ താഴേക്ക് അടിഞ്ഞുകൂടും. അപ്പോ നമ്മളിപ്പോ ഇവിടെ വെലോസിറ്റി കുറയ്ക്കാൻ കാരണം നമ്മുടെ ഫീൽഡ് ചാനലിലൊക്കെ സ്കൗറിങ് കുറയ്ക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഒരു സിസ്റ്റേൺ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. ഇനി നമുക്ക് ഒരു ടാങ്ക്സ് ലൂയിസിലെ റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ആ ഒരു വെള്ളം അപ്സ്ട്രീമിൽ നിന്ന് ഡൗൺ സ്ട്രീം ബാരലിലേക്ക് ഒഴുക്കുന്നത്?
അതിന് കൊടുക്കുന്ന ആ ഒരു റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടവർ ഹെഡ് ഉള്ളതിനൊക്കെ നമ്മൾ വുഡൻ ഷട്ടർ കൊടുക്കും. ആ വുഡൻ ഷട്ടർ നമ്മൾ പൊന്തിക്കുമ്പോഴാണ് വെള്ളം ഒരു ഭാഗത്തു നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഒഴുകുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. Vents used for tank sluices are circular in shape and works like orifices. അപ്പൊ നമ്മൾ ഒരു ടാങ്ക് സ്ലൂയിസിലൊക്കെ കൊടുക്കുന്ന വെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ്. ആ ഓപ്പണിംഗ് സർക്കുലർ ഷേപ്പിലായിരിക്കും പൊതുവെ. ഓക്കെ, സർക്കുലർ ഷേപ്പിലാണ് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സർക്കുലർ ഷേപ്പിലാണ് വെന്റ്സ് കൊടുക്കുക. ആൻഡ് വർക്ക്സ് ലൈക്ക് ഓറിഫൈസ്, ഓറിഫൈസിനെ പോലെ ആക്ട് ചെയ്യുന്നതായിരിക്കും. Regulating arrangement provided for an ordinary tank sluice will be a diaphragm stone with a calculated diameter of a circular orifice to maintain the self-cleansing velocity. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു ടാങ്ക് സ്ലൂയിസിൽ, അതായത് ടവർ ഹെഡ് ഇല്ലാത്ത സാധാരണ ഒരു ടാങ്ക് സ്ലൂയിസിൽ എങ്ങനെയാണ്, ഒരു ഡയഫ്രം സ്റ്റോൺ വിത്ത് ഹോൾ അല്ലെ. ഡയഫ്രം സ്റ്റോൺ ആണിത്. ഡയഫ്രം സ്റ്റോൺ നടുവിലൊരു ഹോള്. ആ ഹോള് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. പിന്നെ ആ ഹോള് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഹോളിന്റെ ഡയമീറ്റർ is so fixed to maintain the self cleansing velocity. ഈ ബാരലിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ബാരലില് സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഹോള് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. This circular orifice is throttled by a screw gearing arrangement fixed to a vertical lifting shutter. അപ്പൊ എന്താണ്, നമ്മുടെ ഈ ഒരു വെള്ളം ഒഴുകണമെങ്കിൽ ഇവിടെ അതിന് മുന്നേ എന്തുണ്ട്, ഒരു വുഡൻ ഷട്ടർ ഉണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു വുഡൻ ഷട്ടർ വിത്ത് സ്ക്രൂ ഗിയറിംഗ് അറേഞ്ച്മെന്റ്. മുകളിലായിട്ടൊരു സ്ക്രൂ ഗിയറിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അത് തിരിക്കുമ്പോൾ നമ്മുടെ ഈ ഷട്ടർ ഇങ്ങനെ പൊന്തി വരും. Discharge passing through this orifice can be regulated by operating the shutter up and down with the help of screw gearing rod. Screw gearing rods വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷട്ടർ പൊന്തിച്ചാൽ അതിനുള്ളിലൂടെ ഒഴുകുന്ന ഡിസ്ചാർജ് കൂടും, താഴ്ത്തിയാൽ ഡിസ്ചാർജ് കുറയും അല്ലെ. അപ്പൊ അങ്ങനെയാണ് ഒരു സാധാരണ ടാങ്ക് സ്ലൂയിസിൽ ഉള്ള റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇനി നമ്മൾ ഒരു ടവർ ഹെഡ് ഉള്ള ഒരു ടാങ്ക് സ്ലൂയിസ് നോക്കുകയാണെങ്കിൽ, in case of a tank sluice with tower head, regulation is done by operating a wooden plug of standard size into a plug hole provided on the top of a cut stone platform. എന്താണ് പറയുന്നത്, നമുക്ക് ഇവിടെ ഒരു കട്ട് സ്റ്റോൺ പ്ലാറ്റ്ഫോം ഉണ്ട്, അതായത് ഒരു സ്റ്റോൺ, ഒരു കല്ല്. ഓക്കെ, കല്ലുണ്ട്, കല്ലിനിടയിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യുന്നത്, ഒന്നും കൂടെ വായിക്കാം. In case of a tank sluice with tower head, regulation is done by operating a wooden plug of standard size. ഇതൊരു വുഡൻ പ്ലഗ് ആണ് അല്ലെ, ഈ കാണിച്ചിട്ടുള്ളത് ഒരു വുഡൻ പ്ലഗ് ആണ്. into a plug hole, അപ്പൊ ഇതൊരു ഹോള്, അപ്പൊ ആ പ്ലഗ് ഹോളിന്റെ ഉള്ളില് പ്ലഗിനെ കയറ്റും. provided on the top of a cut stone platform. അപ്പൊ ആ സ്റ്റോൺ പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നമ്മൾ ഒരു വുഡൻ പ്ലഗ് വെക്കും. If plug is raised upward, the plug hole is open and the water can enter the barrel through the orifice. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലഗ് പൊന്തിക്കുമ്പോൾ എന്ത് പറ്റും, പൊന്തിക്കുമ്പോൾ ഇവിടെ ആ ഒരു ഹോൾ ഉണ്ടാവും അല്ലെ, അപ്പൊ വെള്ളം ബാരലിലേക്ക് ഒഴുകും. Iron rod is safely secured in the plug. ഈ ഒരു പ്ലഗിന് നമ്മൾ അയൺ റോഡ് വെക്കുന്നുണ്ട്, ഈ നടുവിൽ അയൺ റോഡ് വെക്കുന്നുണ്ട്. അപ്പൊ അത് പ്ലഗിന്റെ ഉള്ളിൽ സേഫ് ആയിട്ട് ഇരിക്കും. Bottom end of the plug passes through a hole which is made in the platform. ബോട്ടം എൻഡ് ആണ് നമ്മുടെ ഈ താഴ്ഭാഗമാണ് ഈ ഹോളിന്റെ ഉള്ളിലൂടെ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. For tank sluices, the standard size of the plugs are 100 mm, 150 mm, 200 mm, 250 mm and 300 mm.
എന്താ പറയുന്നത്? ഒരു ടാങ്ക്സ് ലൂയിസിന് സ്റ്റാൻഡേർഡ് സൈസ്, പ്ലഗിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 mm പ്ലഗ് ഉണ്ട്, 150 mm പ്ലഗ്, 200 mm, 250 mm, 300 mm. ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് സൈസസ് ഓഫ് പ്ലഗ്സ്. ഓക്കെ, അപ്പൊ അതാണ് ടാങ്കസ് ലൂയിസിന്റെ റെഗുലേറ്റിംഗ് അറേഞ്ച്മെന്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത് വിയറിനെ കുറിച്ചാണ്, സർപ്ലസ് വിയേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.